2026 റീനീറ്റ് എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള 3-4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, റീനീറ്റ് എക്സാമിനേഷൻ ജൂൺ 21 2 മണി മുതൽ 5:15 വരെ 3 മണിക്കൂർ 15 മിനിറ്റ് 180 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന എക്സാമിനേഷനാണ്. മുൻ സമയത്തൊക്കെ എക്സാമിനേഷന് തന്നിരുന്നതിനേക്കാൾ 15 മിനിറ്റ്സ് എക്സ്ട്രാ ടൈം തന്നാണ് ഈ വർഷത്തെ റീനീറ്റ് എക്സാമിനേഷൻ നടക്കുക. എല്ലാ വിദ്യാർത്ഥികളും NTA വെബ്സൈറ്റായ nta.nic.in എന്ന വെബ്സൈറ്റ് എൻ്റർ ആയതിനു ശേഷം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളോടും കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷൻ എഴുതിയതിൻ്റെ എക്സാമിനേഷൻ ഫീ റീഫണ്ട് തരുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് നമ്പരും IFSC കോഡും എൻട്രി ചെയ്യാൻ പറയും. ഫസ്റ്റ് എക്സാമിനേഷൻ എഴുതിയത് 22,70,000 വിദ്യാർത്ഥികളാണ്. അതിൽ 13 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ മാത്രമാണ് ഇതുവരെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും സബ്മിറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്നത്. അത് ഓൾറെഡി അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലാത്തുള്ള വിദ്യാർത്ഥികൾ അക്കൗണ്ട് ഡീറ്റെയിൽസും IFSC കോഡും എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഈ ഹോൾ ടിക്കറ്റ് നമുക്ക് കളറായോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയോ ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഹോൾ ടിക്കറ്റിന് 3 പേജസ് ആണുള്ളത്. അത് ഫസ്റ്റ് പേജ് പ്രിന്റ് എടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ, ബാർകോഡ്, സിഗ്നേച്ചർ എല്ലാം കൃത്യമായിട്ട് അതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ പേസ്റ്റ് ചെയ്യണം. അതിൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒന്നും ആവശ്യമില്ല, നോർമൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. രണ്ടാമതായിട്ട് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അവിടെ ഇടുക. ഈ 2 കാര്യങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തിട്ട് വേണം എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ. മൂന്നാമതുള്ള കോളത്തിൽ സൈൻ ചെയ്യാനുള്ളൊരു കോളമാണ്. അത് ഇൻവിജിലേറ്ററുടെ മുമ്പിൽ വെച്ചാണ് നാം ആ സൈൻ എൻട്രി ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ പേജിൽ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ 4x6 സൈസിലുള്ള 4x6 ഇഞ്ചിലുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ അവിടെ ഒട്ടിക്കണം. ആ ഫോട്ടോയെ ചേർത്ത് ആ പേപ്പറിൽ സൈൻ ചെയ്യേണ്ടതും എക്സാമിനേഷൻ സെന്ററിൽ വെച്ച് ഇൻവിജിലേറ്ററിന്റെ മുൻപിൽ വെച്ചാണ്. ഇനി മൂന്നാമത്തെ പേജ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിൻ്റെ ആവശ്യമില്ല, അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക. ഈ 2 പേജുള്ള ഹോൾ ടിക്കറ്റും ഇതിനോടൊപ്പം ഒരു ID പ്രൂഫ്, വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആധാർ കാർഡ് തന്നെയാണ്. അപ്പോൾ ആ ആധാർ കാർഡും ഇല്ലെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പല ID പ്രൂഫുകൾ NTA പറയുന്നുണ്ട്. ആ ID പ്രൂഫും ഇതിനോടൊപ്പം ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലുമാണ് എക്സാം ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. എക്സാമിനേഷൻ ഹാളിൽ എക്സാമിനേഷൻ എഴുതാനുള്ള പെൻ നമുക്ക് അവിടെ തന്നെ ലഭിക്കും. ടൈം നോക്കാനുള്ള ക്ലോക്ക് എക്സാം ഹാളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇനി എക്സാമിനേഷൻ ഹാളിലേക്ക് നാം എത്തുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനേഷൻ സെന്ററോ സ്കൂളോ ഒന്നുമല്ല നമുക്ക് ഈ പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവുക. പുതിയ ഹോൾ ടിക്കറ്റിൽ നമ്മുടെ എക്സാമിനേഷൻ സെന്റർ എവിടെ, ടൈം, റിപ്പോർട്ടിംഗ് ടൈം എപ്പോ, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2 മണിക്ക് എക്സാം തുടങ്ങുന്നതുകൊണ്ട് തന്നെ 11 മണിക്ക് എല്ലാ വിദ്യാർത്ഥികളും എക്സാം സെന്ററിൽ എത്തണം. എല്ലാ പരിശോധനകൾക്ക് ശേഷം കൃത്യം 2 മണിക്ക് എക്സാമിനേഷൻ തുടങ്ങും. 1:30-ക്ക് ശേഷം എക്സാം ഹാളിലേക്ക് എൻട്രി ചെയ്യാൻ പെർമിഷൻ തരത്തില്ല. നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ മുൻ പരീക്ഷ എഴുതിയതുപോലെ തന്നെ സിമ്പിൾ ഡ്രസ്സ് ധരിക്കുക, മെറ്റൽ പാർട്ടുകൾ ഒഴിവാക്കുക. ആർക്കെങ്കിലും കസ്റ്റമറി ഡ്രസ്സുകൾ ഇടണം എന്ന് നേരത്തെ പെർമിഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ എത്തി എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി കൃത്യസമയത്ത് എക്സാം ഹാളിൽ എത്തുക. ഇനി എക്സാമിനേഷൻ തുടങ്ങിയാൽ 2 മണി മുതൽ 3:15 വരെയുള്ള എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ ആദ്യ 2 പേജ് തന്നെ ബ്ലാങ്ക് പേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും അവസാനവും 2 പേജ് ബ്ലാങ്ക് ഷീറ്റുകൾ ഉണ്ടാവും. ഈ 4 ഷീറ്റുകൾ റഫ് വർക്ക് ചെയ്യാനായി NTA പ്രത്യേകം അനുവദിച്ചിരിക്കുന്നതാണ്. മുൻ വർഷങ്ങളിലൊക്കെ 2 പേജ് മാത്രമായിരുന്നു റഫ് വർക്കിനായി സ്പേസ് അനുവദിച്ചിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിനേഷൻ ഹാളിൽ ജൂൺ 21 നമുക്ക് അനുവദിച്ചിരിക്കുന്ന സ്കൂളിൽ കൃത്യമായ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും മനസ്സിലാക്കിക്കൊണ്ട് എക്സാം ഹാളിൽ എത്തുക.
മുൻപുള്ള ഹോൾ ടിക്കറ്റുമായിട്ടല്ല പോകേണ്ടത്. പുതിയ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിലെ റോൾ നമ്പരും എക്സാം സെന്ററും കൃത്യമായി മനസ്സിലാക്കി ജൂൺ 21 എക്സാം ഹാളിൽ എത്തി ഏറ്റവും മികച്ച രീതിയിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നല്ല കോൺഫിഡൻസോടെ എക്സാമിനേഷൻ എഴുതാനും ഏറ്റവും നല്ല മാർക്ക് 720ൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ, നമുക്കറിയാം മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതിലൂടെയാണ് AFMCയും എയിംസും ജിപ്മറും ഗവൺമെന്റ് ഇന്ത്യ മുഴുവനുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഇനി ഈ മാർക്കിനെ ബേസ് തന്നെയാണ് എല്ലാ സ്റ്റേറ്റിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഡീംഡ് ടു ബി മെഡിക്കൽ കോളേജുകളും NRI സീറ്റുകളും എല്ലാം ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ഉയർന്ന മാർക്കുകൾക്കനുസരിച്ചാണ് നമുക്ക് MBBSന്റെ ഏറ്റവും മികച്ച ക്യാമ്പസുകളും ഇതിനോടൊപ്പം BDSും ആയുർവേദവും ഹോമിയോയും വെറ്റിനറിയും BSc നഴ്സിംഗും അലൈഡ് കോഴ്സുകൾക്കും എല്ലാം അഡ്മിഷൻ ലഭിക്കാൻ ഈ നീറ്റ് എക്സാമിനേഷന്റെ സ്കോറാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആൽഫ അക്കാഡമിയും ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിലെ എക്സാമിനേഷൻ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടൊപ്പം കേരളം മുഴുവനുള്ള ഈ വർഷത്തെ എക്സാമിനേഷൻ റീനേറ്റ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസയോടുകൂടി ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നും എൻട്രൻസിന്റെ പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.